ബ്രാൻഡ് ന്യൂഡേ സ്പൈഡർമാന്റെ തമിഴ് ആന്തം അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ജി പ്രകാശാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അവർ ഓവറോൾ വേൾഡ് വൈഡ് ആയിട്ട് നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. നമുക്കത് പാട്ട് കേൾക്കാം. സ്പൈഡർമാൻ കുട്ടികളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ് സ്പൈഡർമാൻ സൂപ്പർ ഹീറോ ആരാ? പ്രകാശ് സാൻഡി വെങ്കായം എന്നൊരു പേരുള്ള പുള്ളിക്കാരനാണ് പാട്ട്. കേട്ട് വരാം നോക്കാം. ബന്ധവും കിട്ടും. അടിയോ പറയാം. സാൻഡിയുടെ ഡാൻസ് സത്യത്തില് പാട്ടൊരു ബന്ധവും ഇല്ലാതെയാണ് പാടിയിരിക്കുന്നത് പുള്ളിക്കാരെ. വെങ്കായം ഇപ്പൊ ഇതുവരെ കണ്ടതില് സാൻഡിയുടെ ആ ഡാൻസും ആ ഒരു ജീവിയുടെ ആ ഒരു ബീറ്റും കൊള്ളാം. എന്തോന്നാണ് പാടി വെച്ചിരിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. തമിഴിലൊരു ഡയലോഗ് ഉണ്ട്, എന്നടാ സ്പൈഡർമാനിക്ക് വന്ന സോദന. അതുപോലെയാണ് തോന്നിയത്. ഇത് പണിഷ്മെന്റ് ആണ് സ്പൈഡർമാൻ പാട്ടിന്. മുന്നേ എനിക്ക് തോന്നുന്നു 2019 തോന്നുന്നു ഒരു മാർവൽ ആന്തം റഹ്മാൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം പ്രകാശ് ഒരു നല്ല കൊളാബ് തന്നെയാണ്. ബട്ട് പാട്ട് കൊളാക്കിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. സ്പൈഡർമാൻ വലയിട്ട് പിടിക്കുന്ന ഡാൻസാണ് കേട്ടാ. കണ്ടാ ഡാൻസ് ഓക്കെ. സാൻഡിയാണ് കുറെ പാട്ടായത്. ഡാൻസ് സ്റ്റെപ്പ് ഒന്ന് കൊള്ളാം കേട്ടാ. പോരാ, റാപ്പ് പോരാ. ഈ ബീച്ച് കൊള്ളാം. സ്പൈഡർമാൻ ബീച്ച് കൊള്ളാം. ബീച്ചും ആ ഡാൻസും ഇതാണ് എന്റെ മെയിൻ സ്റ്റെപ്പ്. ഇതിങ്ങനെ വലിക്കും. മാർവൽ സ്റ്റുഡിയോ സ്പൈഡർമാൻ ബ്രാൻഡിനൂടെ തമിഴ് ആന്തമാണ് നമ്മൾ കേട്ടത്. മ്യൂസിക് ബൈ നൺ അതർ ദാൻ പ്രകാശ് ആൻഡ് കൊറിയോഗ്രാഫി ബൈ സാൻഡി. പാടിയിരിക്കുന്നത് വെങ്കായോ. പാട്ട് അട്ടർ ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഗൈസ്, അതിൽ വേറെ പറയാനൊന്നുമില്ല. ആ ലിറിക്സ് വൈസ് ആവട്ടെ, പാട്ട് ഒരു മാച്ചും ആവുന്നില്ല, ഒരു സിങ്കും ആവുന്നില്ല, ഒരു ലിങ്കും ആവുന്നില്ല. ആകെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് സാൻഡിയുടെ ആ ഒരു ഡാൻസ് മെറ്റീരിയലൊക്കെ കൊള്ളാം. ആ കാലിട്ട് കറക്കുന്നതും ആൻഡ് ഇതൊരു ഹുക്ക് സ്റ്റെപ്പ് പോലെ സ്പൈഡർമാൻ ആയതുകൊണ്ട് വല വിടുന്നതും വല ഇങ്ങനെ പിടിക്കുന്നതൊക്കെ ഓക്കെ. അതൊരു കണക്ഷൻ എന്തെങ്കിലും പറയാം. ആൻഡ് ജീവിയുടെ ആ ഒരു ഹുക്ക് സ്റ്റെപ്പിന്റെ വരുമ്പോൾ ഒരു ബീറ്റും കൊള്ളാം. മൊത്തത്തിൽ പക്ഷെ പുള്ളിക്കാരൻ പാടിയതാവട്ടെ അല്ലെങ്കിൽ ലിറിക്സ് ആവട്ടെ ഒരു മാച്ചും ഇല്ല, ഒരു കണക്ഷനും ഇല്ല. അട്ടർ ഫ്ലോപ്പ് പാട്ട്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഒരു ഒരു മാച്ചും ഇല്ല. എന്തോന്ന് പാട്ടായത്. ഈ സ്പൈഡർമാൻ്റെ ഒരു പാട്ടിറക്കണം എന്ന് പറഞ്ഞിട്ട് സ്പൈഡർമാനുമായിട്ടൊരു ബന്ധവും ഇല്ല. ഒന്ന് രണ്ട് വാക്ക് ഇവിടെ എവിടെയോ വരുന്നുണ്ട്. മറ്റേ വലവിടുന്ന് ഗ്ലോബലി അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ പ്യുവർലി ഒരു കണക്ഷനും ഇല്ലാത്തൊരു പാട്ട്, ഒരു രീതിയിലും ലിങ്ക് ആവാത്ത ഒരു പാട്ട്. വീഡിയോയും വലിയൊരു ഗുമ്മും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളൊരു പാട്ട് റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കും എന്തു പാട്ടെന്ന്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നുന്നത്. എന്തുവാടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇത് സ്പൈഡർമാനിന് പ്രൊമോഷനിന് വന്നതാണ്, സ്പൈഡർമാന് പണിഷ്മെന്റിന് വന്നതാണെന്ന് അറിഞ്ഞൂടെ. അതിലൊരു പാട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. തമിഴ് ആന്തമാണ്. ഒട്ടും ചേരുന്നില്ല, ഒട്ടും മനസ്സിലാവുന്നുമില്ല.
എനിക്ക് നന്നായിട്ട് തമിഴ് അറിയാവുന്ന ഒരാൾ കൂടെയാണ്. തമിഴ് ലിറിക്സ് ആവട്ടെ, തമിഴ് വാക്കുകളാവട്ടെ, തമിഴ് ആന്തം, തമിഴ് സോങ്സ് ഒക്കെ, തമിഴ് ഫിലിംസ് എല്ലാം. അപ്പോൾ ഞാൻ പേഴ്സണലി പറയാണ്, ഒരു രീതിയിലും കണക്ട് ആവുന്നില്ല സ്പൈഡർമാനായിട്ട് ഈ വരികളും ലിറിക്സുകളും കാര്യങ്ങളൊക്കെ. പുള്ളി എന്തോ പാടി വിടുന്നുണ്ട്. നമ്മൾ എന്ന് വെച്ചാൽ ആ ഒരു പടത്തുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കോണ്ടക്സ്റ്റുമായിട്ട് മാച്ച് ആവുന്നില്ല പടം, ഓണസ്റ്റ്ലി. ആ ഒരു സ്പൈഡർമാന്റെ ആ ഒരു രീതിയായിട്ട് മാച്ച് ആവുന്നില്ല. ലിറിക്സുകളും ആ റാപ്പ് പോരാ, ഒരു കണക്ഷനും ഇല്ല. പാടുവാനും കേൾക്കുവാനും ഒരു സുഖവും ഇല്ല. എന്തൊക്കെയോ പാടി വെച്ചിരിക്കുന്ന പോലെ ടോട്ടലി ഫീൽ ചെയ്ത്. ഒരു അട്ടർ ഫ്ലോപ്പ് ആന്തം പോലെയാണ് എനിക്ക് ടോട്ടലി ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കൂടെ കമന്റ് ചെയ്ത്. കാരണം ഇതുവരെയും എന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമന്റ് ചെയ്തോ, ഷെയർ ചെയ്തോ, ഹൈപ്പ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ ഗൈസ്. അപ്പം ബൈ ബൈ.